നമസ്കാരം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിന് മേൽ ഇറാൻ എന്ന കരുത്തുറ്റ രാഷ്ട്രം തീർക്കുന്ന പ്രതിരോധ കോട്ടകളെ തകർക്കുക എന്നത് വെറും ഒരു പകൽക്കിനാവായി മാത്രമാണെന്ന് അടിവരയിടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന സൈനിക ശക്തി എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയുടെ ഏതു നീക്കത്തെയും ചാരമാക്കാൻ കെൽപ്പുള്ള ഇറാനിയൻ സൈന്യത്തിന്റെ പക്കൽ നിന്നും 1000 പൗണ്ട്, അതായത് ഏകദേശം 453.5 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ ഹൈ റിസ്ക് പ്ലാനുകൾ കേവലം ഒരു പകൽക്കിനാവ് മാത്രമാണോ? ഓരോ പുതിയ സംഭവവികാസങ്ങളും തെളിയിക്കുന്നത് അതൊരു പകൽക്കിനാവ് മാത്രമാണ് എന്നതാണ്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പരിഗണിക്കുന്ന ഈ അതീവ അപകടകരമായ നീക്കം ഇറാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ തിരിച്ചുപോക്ക് അസാധ്യമാകുമെന്ന തിരിച്ചറിവിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ പോലും ഭയപ്പെടുത്തുകയാണ്. ദിവസങ്ങളോളം ഇറാന്റെ അതിർത്തിക്കുള്ളിൽ തങ്ങേണ്ടി വരുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും നേരിടേണ്ടി വരിക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അന്ത്യമായിരിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഈ നീക്കം നടപ്പിലാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കത്തുന്ന കനലിന് മുകളിലൂടെയുള്ള ഒരു നടത്തമെന്ന് വിശേഷിപ്പിക്കാം. കാരണം ഈ ഓപ്പറേഷനായി അമേരിക്കൻ കമാൻഡോകൾക്ക് ഇറാനിയൻ ഭൂപ്രദേശത്തിനുള്ളിൽ ദിവസങ്ങളോളം തങ്ങേണ്ടി വരും എന്നത് ദൗത്യത്തിന്റെ അപകട സാധ്യത ഇരട്ടിയാക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള ഈ നേരിട്ടുള്ള കടന്നുകയറ്റം ഒരുപക്ഷെ ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്നാണ്, അതായത് പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യാം. കേവലം ഒരു സൈനിക നടപടി എന്നതിലുപരി വരും തലമുറകളുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ തന്ത്രപരമായ നീക്കം അമേരിക്കയുടെയും ഇറാന്റെയും ശക്തി പരീക്ഷണത്തിലെ ഏറ്റവും ഭീതിജനകമായ അധ്യായമായി മാറുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകോത്തര സൈനിക ഏജൻസികൾ ഈ ദൗത്യത്തിനായി വിവിധ പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും ഒരൊറ്റ പിഴവ് മതി പശ്ചിമേഷ്യയെ ഒന്നാകെ ചാമ്പലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അന്തിമ തീരുമാനമെടുക്കാൻ വൈറ്റ് ഹൗസ് ഇപ്പോഴും താമസിക്കുന്നത്, അല്ലെങ്കിൽ വിയർക്കുന്നത്. ഇറാന്റെ അതിശക്തമായ പ്രതിരോധ കോട്ടകൾ ഭേദിച്ച് ഈ 1000 പൗണ്ട് യുറേനിയം കടത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളിയായിരിക്കും. ഈ നീക്കം യാഥാർത്ഥ്യമായാൽ അത് ആഗോള ഭൂപടത്തിൽ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇറാന്റെ ആണവശേഷിയെ സംബന്ധിച്ച ആശങ്കകൾ അമേരിക്ക ദിനം പ്രതി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഈ നീക്കം ഒരു സൈനിക ഓപ്ഷൻ എന്നതിലുപരി നയതന്ത്ര സമ്മർദ്ദത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഇറാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാൻ യുറേനിയം കൈമാറാൻ നിർബന്ധിതരാകുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ മറ്റൊരു ലക്ഷ്യം. ചർച്ചകൾ പരാജയപ്പെടുകയാണ് എങ്കിൽ ബലപ്രയോഗത്തിലൂടെ ലക്ഷ്യം കൈവരിക്കാമെന്ന സന്ദേശം നൽകുന്നതും ഈ നീക്കങ്ങൾക്ക് സഹായകമാവുകയാണ്. എന്നിരുന്നാലും പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമല്ലാത്തത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാന്റെ ആണവ സ്റ്റോക്ക് പൈൽ സംബന്ധിച്ച കണക്കുകൾ തന്നെയാണ് ഈ ആശങ്കകളുടെ അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത്. ഏകദേശം 60% വരെ സമ്പുഷ്ടീകരിച്ച 100 കണക്കിന് കിലോഗ്രാം യുറേനിയവും 20% എന്ന നിലയിലുള്ള വലിയ ശേഖരവും ഇറാന്റെ കൈവശമുണ്ട് എന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു. വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ഈ തോതിലുള്ള സമ്പുഷ്ടീകരണം ആയുധ ഗ്രേഡിലേക്കുള്ള വഴിയെക്കുറിച്ച് ചുവടുകൾ മാത്രം ദൂരെയാക്കി നിർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇതൊരു തന്ത്രപ്രധാന ഭീഷണിയായി കാണുന്നത് വെറും സ്വാഭാവികം മാത്രമാണ്. സൈനിക ഇടപെടലിന്റെ യാഥാർത്ഥ്യ സാധ്യതകളെ വിലയിരുത്തുമ്പോൾ, അതായത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ അത്ര ലളിതമായി തകർക്കുവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഭൂഗർഭ തുരങ്കങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മിസൈൽ നഗരങ്ങൾ, ശക്തമായ കോൺക്രീറ്റ് ബങ്കറുകൾ, അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ചേർന്നതാണ് ഇറാൻ തങ്ങളുടെ സൈനിക കരുത്തുറപ്പിച്ചിരിക്കുന്നത്. 1 മാസം നീണ്ടുനിന്ന വ്യോമാക്രമണങ്ങൾ പോലും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി നിർണായകമായി ബാധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഈ പ്രതിരോധത്തിന്റെ ശക്തി ഓരോ ദിവസവും ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. ഇറാന്റെ സൈനിക തന്ത്രങ്ങൾ റഡാറുകളെയും ഉപഗ്രഹ നിരീക്ഷണങ്ങളെയും പോലും മറികടക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും ചുരുക്കത്തിൽ യുറേനിയം പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കങ്ങൾ എത്രത്തോളം തന്ത്രപരമായ ആലോചനകളിൽ നിന്നുണ്ടായതാണ് എങ്കിലും ഇറാന്റെ സൈനിക നീക്കവും സാങ്കേതികമായ ശക്തിയും അവയെ പ്രായോഗികതയിൽ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഘടകങ്ങളാണ്, അതായത് ഘടകങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് അവ കൈക്കലാക്കാൻ കഴിയുമെന്ന ട്രംപിന്റെ മോഹം വെറും വ്യാമോഹമായി മാത്രം അവശേഷിക്കും.